പതിവിലധികം സന്തോഷവാനായി ജോസ് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇത് തന്റെ അന്ത്യ അത്തായമാവുമെന്നത്. ഓമനിച്ചു വളർത്തിയ പൊന്നോമന മോന്റെ വാളിൻ തുമ്പിൽ ജീവനു വേണ്ടി അച്ഛൻ യാചിച്ചു കരഞ്ഞു. പക്ഷേ അച്ഛന്റെ കഴുത്തിൽ വെച്ച വാള് അവൻ തിരിച്ചെടുത്തില്ല. റൂമിൽ നിറയെ സിഗരറ്റ് കുറ്റികളും തിരിച്ചറിയാൻ സാധിക്കാത്ത പല ബുക്കുകളും കറുത്ത ശീലയിൽ ഭയം നിറച്ച പല ചിത്രങ്ങളും. അവൻ പുറത്തിറങ്ങുമ്പോൾ റൂം പൂട്ടിയിറങ്ങും. വീട്ടുകാർക്ക് പോലും അവന്റെ റൂമിലേക്ക് പ്രവേശനമില്ലായിരുന്നു. മലയാളികളെ ഞെട്ടിച്ച ആ പ്രജിൻ ആരാണ്? എന്താണ് അവൻ തന്റെ അച്ഛനെ ചെയ്തത്? കേരളത്തിനെ ഞെട്ടിച്ച ഈ പ്രജിന്റെ ക്രൂരതകളിൽ നിറഞ്ഞ സിനിമാ ലോകത്തിന്റെ നേർക്കാഴ്ച നിങ്ങൾ ഓരോരുത്തരും കാണണം. വർഷങ്ങൾക്കപ്പുറം ജോസ് തന്റെ ഓമനപുത്രനെ വൻ പ്രതീക്ഷകളോടെ മെഡിസിൻ പഠനത്തിന് ചൈനയിലേക്ക് വിട്ടു. പക്ഷെ വെല്ലുവിളിയായി കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരികയല്ലാതെ മകനായ പ്രജിന് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പഠനത്തിൽ മിടുക്കനായ പ്രജിന് തന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ നാട്ടിലെത്തി. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു. മഹാമാരിയെല്ലാം അവസാനിച്ച് പഠനത്തിന് വേണ്ടി വീണ്ടും ചൈനയിലേക്ക് വണ്ടി കയറാൻ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അതിന് സാധിച്ചില്ല. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ദുഃഖത്തിലായ പ്രജിന് തന്റെ ഇഷ്ടവിനോദമായ സിനിമയെക്കുറിച്ച് പഠിച്ചാലോ എന്ന ചിന്തയിലെത്തി. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും പൂർണ്ണ സമ്മതവും. ലാളിച്ചു വളർത്തിയ ജോസിന് മകനോട് ഒന്നും തന്നെ പറയാനാവുമായിരുന്നില്ല. വൈകാതെ വീടും വീട്ടുകാരെയും വിട്ട് സിനിമാ ലോകത്തേക്ക് പഠിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. യാത്രയാക്കിയപ്പോൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല തങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതിന്റെ ആദ്യപടിയാണ് ഈ യാത്ര എന്നത്. പഠിക്കാൻ പോയ പ്രജിനിൽ പിന്നീട് അങ്ങോട്ട് പ്രകടമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ആദ്യമൊന്നും ആരും മുഖവിലേക്ക് എടുത്തില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് സ്വഭാവത്തിൽ വൈരുദ്ധ്യങ്ങൾ കൂടി വന്നു. പൊതുവെ ശാന്ത സ്വഭാവിയും കുടുംബസ്നേഹിയുമായ പ്രജിന് പിന്നെ മിക്ക സമയവും സഹോദരിമാരെയും മാതാപിതാക്കളെയും വഴക്കായി. വീട്ടുകാർ അരുതാത്തതിന് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ തിരിച്ചു വഴക്കും. അവരുടെ മുഖത്തോട്ടെല്ലാം ഒരു ദയയുമില്ലാതെ കാർക്കിച്ചു തുപ്പിയും അവന്റെ പെരുമാറ്റം രൂക്ഷമായി. മുടി വളർത്തലിനോട് താല്പര്യമുണ്ടായിരുന്ന അവന് ഇടയ്ക്കിടയ്ക്ക് മുടി മുറിക്കാൻ തുടങ്ങി. ഈ സ്വഭാവങ്ങളെല്ലാം വീട്ടുകാരുടെ ഉറക്കം കെടുത്തി. തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവരെല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. സന്തോഷം നിറഞ്ഞ വീട്ടിൽ പതിയെ പതിയെ അതൊരു ദിവ്യ സ്വപ്നമായി മാറി. വീട്ടിലുള്ള എല്ലാ സമയവും അവന്റെ മുറിയിൽ രാവും പകലുമില്ലാതെ അവൻ അടച്ചിരുന്നു. പുറത്തു പോകുമ്പോഴെല്ലാം ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ഭദ്രമായി അടച്ചു പൂട്ടിയിട്ട് പോകും. ഇതിൽ സംശയം തോന്നിയിരുന്ന വീട്ടുകാർ പല പ്രാവശ്യവും അകത്ത് പ്രവേശിക്കാൻ മുതിർന്നെങ്കിലും അവയെല്ലാം തന്നെ പാഴായി. എങ്ങനൊക്കെയോ അവൻ അവരുടെ നീക്കങ്ങളെല്ലാം കണ്ടുപിടിച്ചു കൊണ്ടിരുന്നു. അതിൽ അവന്റെ ദേഷ്യമെല്ലാം ഇരട്ടിച്ച് വീട്ടുകാരെയെല്ലാം ഉപദ്രവിക്കേണ്ട അവസ്ഥയിലെത്തി. രാത്രികളിൽ ദൈവത്തെ കൂട്ടുപിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രജിന് മാത്രം റൂമിൽ നല്ല ഒച്ചത്തിൽ പാട്ടുകൾ മുഴക്കി. മിക്ക സമയവും കറുത്ത വസ്ത്രങ്ങളെ മാത്രം ആശ്രയിച്ചു. പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോഴെല്ലാം ഓരോ പ്രാവശ്യവും വൈവിധ്യങ്ങളായ വസ്തുക്കൾ കൊണ്ടുവന്ന് വാതിലിന് പുറത്തും റൂമിലുമായി ഘടിപ്പിച്ചുകൊണ്ടിരുന്നു. ജോസ് കാര്യങ്ങൾ തിരക്കുമ്പോഴെല്ലാം തിരിച്ച് ദേഷ്യപ്പെടൽ മാത്രമായിരുന്നു പ്രജിൻ ചെയ്തുകൊണ്ടിരുന്നത്. മനോവിഷമത്തിലായ ജോസും ഭാര്യയും നിരന്തരം പുറകെ നടന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എല്ലാം വിഫലമായിരുന്നു. ഇവയെല്ലാം കൊണ്ട് തന്നെ പ്രജിന് മാനസികമായി വളരെയധികം തകർന്നു. എല്ലാവരും അവന്റെ ശത്രുക്കളാണെന്ന് അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മാനസിക നില തെറ്റിയെന്ന് തോന്നി തുടങ്ങിയപ്പോൾ പ്രജിൻ നിർബന്ധിച്ചുകൊണ്ട് അമ്മയെയും അച്ഛനെയും കൂട്ടി മാനസിക ഡോക്ടറെ സമീപിച്ചു. എന്നാൽ തങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന മറുപടി. അതിനാൽ തന്നെ പ്രജിൻ അതിൽ ഒട്ടും തന്നെ തൃപ്തിയായിരുന്നില്ല. പക്ഷേ മാതാപിതാക്കൾ തന്റെ മകന് ഒരു കുഴപ്പവുമില്ലെന്ന സന്തോഷത്തിലായിരുന്നു. പിന്നീടുണ്ടായിരുന്ന 2-3 ദിവസം പ്രജിനിൽ കാര്യമായ മാറ്റങ്ങൾ കാണപ്പെട്ടു തുടങ്ങി. പൊതുവെ കാരണമില്ലാതെ ദേഷ്യപ്പെട്ടിരുന്ന ആള് പതിയെ പതിയെ മാറാൻ ആരംഭിച്ചു. എല്ലാവരോടും വളരെ സൗമ്യതയോടെ പെരുമാറിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിയവേ പ്രജിന്റെ ആഗ്രഹപ്രകാരം കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിത്തമാശകളിൽ മുഴുകി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പ്രജിന്റെ അമ്മ പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിനു വേണ്ടി
അടുക്കളയിലേക്ക് പോയി. ആ സമയം അത്രയും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ ജോസ് ടിവിയും കണ്ട് സോഫയിൽ കിടന്നു. ജോസ് വിശ്രമിക്കുകയായിരുന്നു. അന്നേരമാണ് അപ്രതീക്ഷിതമായി ജോസിന് അതിഭയാനകരമായ വേദന അനുഭവപ്പെടേണ്ടി വന്നത്. നോക്കുമ്പോൾ തന്റെ സ്നേഹനിധിയായ മകൻ ഒരു വെട്ടുകത്തിയും കയ്യിൽ പിടിച്ച് തന്നെ വെട്ടുന്നതാണ് അദ്ദേഹം കണ്ടത്. വേദന കൊണ്ടും പേടികൊണ്ടും അലറി വിളിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടി സോഫയിൽ നിന്നും എണീറ്റ് അടുക്കളയിലേക്ക് ഓടി. അപ്പോഴേക്കും പ്രജിൻ 2-3 തവണ അദ്ദേഹത്തെ വെട്ടിയിരുന്നു. ജീവനും കൊണ്ടോടിയ ജോസിന്റെ പുറകെ അവനും അലറിക്കൊണ്ട് പുറകെയോടി. ഓട്ടത്തിനിടയിൽ രക്തം വാർന്ന് അടുക്കളയിൽ തളർന്നു വീണ ജോസിനെ നിഷ്കാരുണ്യം നെഞ്ചിലും കഴുത്തിലുമെല്ലാം ഇടതടവില്ലാതെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിയെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോസിന്റെ ഭാര്യ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഏക മകന്റെ പ്രവൃത്തി കാണാൻ കഴിയാതെ അവർ കുഴഞ്ഞു വീണു. അപ്പോഴേക്കും അടുക്കളയിലുള്ളവരെല്ലാം ഓടിക്കൂടി. ജോസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ എന്നേക്കുമായി നഷ്ടമായി. എന്നിട്ടും പ്രജിൻ ഒരു ഭാവമാറ്റവുമില്ലാതെ പോലീസിൽ കീഴടങ്ങുന്നതിന് വേണ്ടി സ്റ്റേഷനിലെത്തി തന്റെ ക്രൂരകൃത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ഒരു നാടിനെ മൊത്തം കുടുംബത്തിന്റെ വിയോഗം ആട്ടിയുലച്ചു. വീട്ടിലെത്തി പ്രജിന്റെ റൂമിൽ പ്രവേശിച്ച പോലീസ് ഉൾഭാഗം കണ്ട് ആദ്യം തന്നെ ഞെട്ടിത്തരിച്ചു. റൂം മുഴുവനും തലമുടികൾ കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഭസ്മം കൊണ്ടെല്ലാം നിറഞ്ഞിരുന്നു. ചുമരുകളിൽ അദൃശ്യമായ ഭാഷകളിലെല്ലാം എന്തെല്ലാമോ എഴുതി നിറക്കപ്പെട്ടിരുന്നു. തല ഛേദിച്ചതും തലയോട് കൂടിയതുമായ കളിമൺ രൂപങ്ങൾ അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്നു. പന്തികേട് തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അവൻ മയക്കുമരുന്നിന്റെയും ബ്ലാക്ക് മാജിക്കിനും അടിമയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പഠനം കൈവരിച്ചു എന്ന് പറഞ്ഞാലും അതിനൊരു അടിസ്ഥാനവും കാണപ്പെടുന്നില്ല. എങ്ങും കൊല്ലും കൊലയും മാത്രം. എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ ഭാവി പോയിക്കൊണ്ടിരിക്കുന്നത്? തന്റെ മക്കളെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം മരണത്തെ കൈവരിക്കുന്ന മാതാപിതാക്കൾ. എന്നാണ് ഇനി ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇതിനെതിരായി നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ധീരതയോടെ പ്രവർത്തിക്കാം, ഒന്നിച്ച് നാടിനെ രക്ഷപ്പെടുത്താം. നാടിന്റെ രക്ഷക്കായി ഇതുപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക.